നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ ഭാഗം 17 കൺട്രോൾ സിസ്റ്റം തുടരും. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ആവശ്യാനുസരണം ഒരു കൺട്രോൾ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഭാഗം 13 മുതൽ 15 വരെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മോട്ടോർ നിയന്ത്രണങ്ങളും സിംഗിൾ, മൾട്ടിപ്പിൾ, സീക്വൻഷ്യൽ എന്നീ വിവിധ ഓപ്പറേഷൻ രീതികളും പഠിച്ചു കഴിഞ്ഞു. ഭാഗം 16 സാധാരണയായി ഉപയോഗിക്കുന്ന സീക്വൻഷ്യൽ ഓപ്പറേഷൻ്റെ മാനുവൽ രീതിയെക്കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ആധുനിക വ്യവസായത്തിൽ എല്ലാം ഓട്ടോ മോഡിലാണ് പ്രവർത്തിക്കുന്നത്. ഭാഗം 17 സീക്വൻഷ്യൽ ഓപ്പറേഷനിലെ ഓട്ടോമാറ്റിക് രീതിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലളിതമായ SLD ഇവിടെ നൽകിയിരിക്കുന്നു. മാനുവൽ ഓപ്പറേഷനിൽ കണ്ടതായ അതേ റോക്ക് ക്രഷിംഗ് സ്റ്റേഷൻ തന്നെയാണ്. ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഈ സർക്യൂട്ടിൽ കോമ്പണൻറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച്, ഓൺ ഓഫ് കൺട്രോൾ, നോർമലി ക്ലോസ് കോണ്ടാക്റ്റോട് കൂടിയുള്ള ഒരു ഓൺ ഡിലേ ടൈമർ, നോർമലി ഓപ്പണും നോർമലി ക്ലോസുമായ രണ്ട് കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു പ്രഷർ സ്വിച്ച്, പിന്നെ ലിമിറ്റ് സ്വിച്ച്, അത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ഉള്ളതാണ്, അത് 2 എണ്ണം, പിന്നീട് 3 കോണ്ടാക്റ്റുകളും. സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് സ്വിച്ചുകൾ കാണാൻ കഴിയുന്നത് ഈ ഒരേ കോണ്ടാക്റ്റുകളിൽ നിന്നുള്ള നോർമൽ ഓപ്പൺ കോണ്ടാക്റ്റുകൾ എടുത്ത് 3 ഇൻ്റർലോക്കുകളായി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് പ്രവർത്തനത്തിനായി സർക്യൂട്ടിലെ പവർ സ്വിച്ച് മാത്രം നമ്മൾ മാനുവലായി ഓൺ ചെയ്യണം. കൺട്രോൾ സർക്യൂട്ടിൽ സിംഗിൾ ഫേസ് പവർ മാത്രമാണ്. പവർ എമർജൻസി സ്വിച്ചിലാണ് എത്തുന്നത്. അവിടെ നിന്ന് പവർ ഓൺ ഓഫ് സ്വിച്ച് വഴി നോർമലി ക്ലോസ് കോണ്ടാക്റ്റിൻ്റെ ഓൺ ഡിലേ ടൈമറിൻ്റെ നോർമലി ക്ലോസ് കോണ്ടാക്റ്റ് വഴി പ്രഷർ സ്വിച്ചിലെത്തുന്നു. അവിടെ നിന്ന് ഇൻ്റർലോക്ക് 1, ലിമിറ്റ് സ്വിച്ച് 1, വീണ്ടും ഇൻ്റർലോക്ക് 2, ലിമിറ്റ് സ്വിച്ച് 2, ഫൈനലി ഒരു ഓൺ ഡിലേ ടൈമറിൻ്റെ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നു. ഓട്ടോമാറ്റിക്കായ പ്രവർത്തന രീതി വിശദമായി കാണാം. കണ്ടെയ്നറിൽ റോക്കുകൾ നിറയുമ്പോൾ പ്രഷർ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് ഓൺ ആകുകയും കോണ്ടാക്ടർ K1 വൈദ്യുതി എത്തുകയും ചെയ്യുന്നു. കോണ്ടാക്ടർ K1 ക്ലോസ് ആകുമ്പോൾ K1 ബന്ധപ്പെട്ട ലാച്ചും ക്ലോസ് ആവുന്നതിനാൽ കോണ്ടാക്ടർ തുടർച്ചയായി ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നു. കോണ്ടാക്ടർ K1 മോട്ടോർ 1 വൈദ്യുതി നൽകുന്നു. കൺവെയർ 1 പ്രവർത്തിച്ചു തുടങ്ങുന്നു. തുടർന്ന് പവർ ഇൻ്റർലോക്ക് 1 വഴി ലിമിറ്റ് സ്വിച്ച് 1 എത്തുന്നു. കൺവെയർ 1 നീങ്ങുന്ന റോക്കുകൾ കൺവെയർ 2 എത്തുമ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ലിമിറ്റ് സ്വിച്ച് ക്ലോസ് ആവുകയും കോണ്ടാക്ടർ K2 സപ്ലൈ എത്തി അത് ക്ലോസ് ആവുകയും ചെയ്യുന്നു. കോണ്ടാക്ടർ K2 ക്ലോസ് ആകുമ്പോൾ കോണ്ടാക്ടറിനെ തുടർച്ചയായി ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന K2 ബന്ധിപ്പിച്ചിരിക്കുന്ന ലാച്ചും ക്ലോസ് ആവുന്നു എന്നുള്ളത് നമുക്ക് കാണാം. കോണ്ടാക്ടർ K2 മോട്ടോർ 2 പവർ അയച്ച് കൺവെയർ 2 പ്രവർത്തിപ്പിക്കുന്നു. ഇൻ്റർലോക്ക് 2 പവർ പാസ് ചെയ്ത് ലിമിറ്റ് സ്വിച്ച് 2 എത്തുന്നു. റോക്കുകൾ കൺവെയർ 2 നീങ്ങി ക്രഷിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ലിമിറ്റ് സ്വിച്ച് 2 പ്രവർത്തിച്ച് കോണ്ടാക്ടർ K3 വൈദ്യുതി എത്തി K3 ക്ലോസ് ആകുന്നു. തുടർന്ന് മോട്ടോർ 3 കോണ്ടാക്ടർ 3 സപ്ലൈ കൊടുക്കുന്നതോടെ ക്രഷിംഗ് സ്റ്റേഷൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഓൺ ഡിലേ ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റിലേക്കാണ് പവർ എത്തുന്നത്. ഡ്രോയിങ്ങിൽ നമുക്ക് കാണാം ഈ കോണ്ടാക്റ്റ് നോർമലി ക്ലോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പ്രഷർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കോണ്ടാക്റ്റ് ആയതിനാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാൻ കഴിയും. പ്രഷർ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴെല്ലാം ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ചിൻ്റെ ഈ സെക്കൻഡറി കോണ്ടാക്റ്റ് ഓപ്പൺ പൊസിഷനിൽ ആയിരിക്കുന്നതിനാൽ ടൈമർ പ്രവർത്തനം ആരംഭിക്കില്ല. കാരണം ടൈമറിലേക്ക് സപ്ലൈ എത്തില്ല. അതായത് റിസീവിംഗ് കണ്ടെയ്നർ ലോഡ് ആയിരിക്കുന്നിടത്തോളം കാലം പ്രഷർ യൂണിറ്റ് തുടർച്ചയായി പ്രവർത്തിച്ചിരിക്കും. റിസീവിംഗ് കണ്ടെയ്നറിൽ റോക്കുകൾ ഇല്ലാതാകുമ്പോൾ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രഷർ സ്വിച്ച് ഓപ്പൺ ആവുകയും അതേസമയം ടൈമറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന
പ്രഷർ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കോണ്ടാക്റ്റ് ക്ലോസ് സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുന്നു. അതോടെ ടൈമറിൽ വൈദ്യുതി ലഭിക്കുകയും അത് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഇതിൽ ലോജിക്കിൽ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രഷർ സ്വിച്ച് ഓപ്പൺ ആയാലും K1, K2, K3 എന്നീ കോണ്ടാക്റ്റുകൾ ക്ലോസ് തന്നെ ആയിരിക്കും എന്നത് ഈ സർക്യൂട്ടിൽ കാണാൻ കഴിയും. അതിൻ്റെ കാരണം അതാണ്, പവർ അവയുടെ ലാച്ച് കോണ്ടാക്റ്റുകളിലൂടെ ലഭ്യമാകുന്നുണ്ട്. പ്രധാന പവർ പൂർണ്ണമായും നിൽക്കുന്നതുവരെ ഈ കോണ്ടാക്റ്റുകൾ ഹോൾഡ് തന്നെ ആയിരിക്കുകയും ചെയ്യും. ടൈമർ കൗണ്ട് ഡൗൺ ആരംഭിച്ച് സെറ്റ് ചെയ്ത സമയം എത്തുമ്പോൾ ടൈമർ ഓണാവുകയും അതോടെ സർക്യൂട്ടിൽ പവർ സ്വിച്ചിന് അടുത്തായി കണക്ട് ചെയ്തിരിക്കുന്ന ടൈമർ കോണ്ടാക്റ്റ് ഓപ്പൺ ആവുകയും പവർ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യുന്നു. ആദ്യ പോയിന്റിൽ നിന്ന് അവസാന പോയിന്റ് വരെ റോക്കുകൾ എത്തുന്നതിന് ആവശ്യമായ സമയം എത്ര വേണമെന്ന് നോക്കിയിട്ട് ആ സമയമാണ് ടൈമറിൽ പ്രവർത്തിക്കേണ്ട സമയത്തിൽ സെറ്റ് ചെയ്യുന്നത്. ക്രഷിംഗ് സ്റ്റേഷൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിന് റിസീവിംഗ് കണ്ടെയ്നറിൽ റോക്ക് ലോഡ് ആവേണ്ടതുണ്ട്. പാർട്ട് 17 ഇവിടെ അവസാനിക്കുന്നു. കൺട്രോൾ സിസ്റ്റം അടുത്ത ഭാഗത്ത് തുടരും. Thank you for watching the tutorial. Subscribe to the channel to get more videos and updates.